ദിനങ്ങൾ പൂർത്തിയാക്കി ആത്മീയ ജ്വാലയായി മാറാൻ ദൈവം തുണച്ചതിന്നോർക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹബക്കുക്ക് 3:14 അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ കൊടുങ്കാറ്റ് പോലെ വന്ന യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാനൊരു അഗതിയായിരുന്നു. എനിക്ക് താങ്ങാനും കരുത്തേകാനും ആരുമില്ലാതെ ഞാൻ പലപ്പോഴും നിന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നെ അഗതിയെ ഒളിവിൽ വളരെ ക്രുക്കഡായി കുരുട്ടുബുദ്ധിയോടെ എന്നെ പെട്ടെന്നങ്ങ് വിഴുങ്ങി നശിപ്പിച്ചേക്കാമെന്ന് കരുതി എന്നെ ചിതറിക്കാൻ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന യോദ്ധാക്കളുടെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, യോദ്ധാക്കൾ അനേകർ ഒരുമിച്ച് വന്നപ്പം അങ്ങയുടെ കുന്തം കൊണ്ട് അങ്ങ് അവയെ പിളർന്നു. ചുരുക്കത്തിൽ അങ്ങയുടെ ആയുധമായ അങ്ങയുടെ ശക്തിയുടെ കുന്തം അവരുടെ മാറ് പിളർക്കുകയും എനിക്ക് അങ്ങ് വച്ചു നീട്ടിയ ആയുധമായ കുന്തം ചാരുകസേരയായി തീരുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഈ മഹാമഹത്വത്തിൻ്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. യോദ്ധാക്കൾ പാഞ്ഞെടുക്കുമ്പോൾ നീ അഗതിയാണെങ്കിൽ അവൻ്റെ ആയുധം നിനക്ക് ചാരുകസേരയാണ്. നീ അഗതിയാണെങ്കിൽ, നിനക്ക് നിൻ്റെതായ ഒന്നുമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആയുധമായ ദൈവശക്തിയുടെ കുന്തം നിനക്ക് ചാരുകസേരയും നിൻ്റെ ശത്രുവിന് മാറ് പിളർക്കുന്ന ആയുധവുമായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ ആയുധം ശത്രുവിനെ തകർക്കുകയും നിനക്ക് ചാരുകസേരയുമായി തീരുന്ന അതുല്യമായ സ്വർഗീയ അനുഭവം ദൈവം നിനക്ക് നൽകട്ടെ. കർത്താവേ, കൊടുങ്കാറ്റ് പോലെ എന്നെ ചിതറിക്കാൻ വന്നവരുടെ മുമ്പിൽ ചിതറാതെ നിൽക്കാനും ചിരിച്ചു നിൽക്കാനുമുള്ള അഭിഷേകം അങ്ങ് എനിക്ക് നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ.